ഹലോ ഗായ്സ്, ഈ വീഡിയോ മോംസ് ടു ബി ആയിട്ടുള്ളവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. മുലപ്പാൽ കുറവാണ്, മുലപ്പാലില്ല എന്നൊക്കെ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് അല്ലേ, പലവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഹോം റെമഡീസാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്നവർക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അമ്മയുടെ ആഹാരത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നട്ട്സ്, ഇലക്കറികൾ, ഓട്സ്, വെളുത്തുള്ളി, ഉലുവ തുടങ്ങിയ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കഞ്ഞിയുടെ വാർക്കുന്ന വെള്ളമില്ലേ, കഞ്ഞിവെള്ളം നന്നായിട്ട് കുടിക്കാനായിട്ട് ശ്രമിക്കുക അമ്മ. അതുപോലെ തന്നെ ഇഞ്ചി, തുളസിയില ഇവ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നതും ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. പാല് കുറച്ച് കുറവാണെങ്കിലും നമ്മൾ ജസ്റ്റ് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ കുഞ്ഞിങ്ങനെ സക്ക് ചെയ്യുന്നതിലൂടെ റിഫ്ലക്സ് റിയാക്ഷൻ വഴി പാലുൽപാദനം കൂടാനുള്ള സാധ്യതയുണ്ട്. അതായത് ശാസ്ത്രം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24 hours അതായത് 24 മണിക്കൂറിന് ഇടയിൽ 8 മുതൽ 12 പ്രാവശ്യം വരെ നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യിപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രമാത്രം നമ്മൾ ഫീഡ് ചെയ്യിപ്പിക്കുന്നോ അത്രമാത്രം പാല് കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒത്തിരി പേരിൽ കാണുന്നതാണ് പോസ്റ്റ് ഡെലിവറി സ്ട്രെസ്സ്, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഡോക്ടറുടെ സഹായം തേടണം. അതുപോലെ തന്നെ കൗൺസിലിങ്ങൊക്കെ കൂടാൻ പറ്റുന്നവർ പോയി ചെയ്യണം. അതുപോലെ തന്നെ ധ്യാനങ്ങൾ, മെഡിറ്റേഷൻസ്, പ്രാർത്ഥന, പുസ്തക വായന ഇതൊക്കെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളവർ ചെയ്യുക. പിന്നെ അടുത്തത്, നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് ബ്രസ്റ്റിന് സാവധാനം മസാജ് കൊടുക്കുക. അതുപോലെ തന്നെ ഹോട്ട് കംപ്രഷൻസ് ബ്രസ്റ്റിന് കൊടുക്കുക. അങ്ങനെ ചെയ്താലും ബ്രസ്റ്റ് മിൽക്ക് കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഉലുവാക്കഞ്ഞി കുടിക്കുക എന്നൊക്കെ ഉള്ളത് പ്രസവരക്ഷാ സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണല്ലേ. പക്ഷേ ചിലവർക്കൊന്നും ഉലുവാക്കഞ്ഞി കുടിക്കാനായിട്ട് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉലുവ എടുക്കുക, തിളപ്പിച്ച് കുറച്ച് വെള്ളം എടുക്കുക, അതിനകത്തേക്ക് ഈ ഉലുവ ഇട്ട് ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ ആ വെള്ളവും ഉലുവയും കൂടെ കഴിക്കുക. അങ്ങനെ കഴിച്ചാലും ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ശതാവരി എന്ന് പറയുന്ന ഒരു ഔഷധത്തിൻ്റെ സപ്ലിമെൻറ്റ്സ് നമുക്ക് ആയുർവേദ ഷോപ്പുകളിലൊക്കെ, ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ നിങ്ങൾ ശതാവരി സപ്ലിമെൻറ്റ്സ് വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതും ബ്രസ്റ്റ് മിൽക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഹോം റെമഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.